നമസ്കാരം. വഖഫ് ബോർഡ് ആക്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് ഭേദഗതി ചെയ്യുവാൻ പോകുന്നു എന്നൊരു വാർത്ത നിങ്ങളും കേട്ടിരിക്കും. ഈ വാർത്ത വന്നതിന് ശേഷമാണ് വഖഫ് ബോർഡുകൾ നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതെങ്ങനെയാണ് ഗവേൺ ചെയ്യുന്നതെന്നും ഒക്കെ ഞാനും ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത്. ഈ ഗവൺമെന്റിന്റെ ഭേദഗതികളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും ഇപ്പോൾ വഖഫ് ബോർഡുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ ഒരു രത്ന ചുരുക്കം നിങ്ങളോടും പങ്കുവെക്കുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 1954 വഖഫ് ബോർഡ് ആക്ട് നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്നത്. അതനുസരിച്ച് സെൻട്രൽ വഖഫ് ബോർഡും സ്റ്റേറ്റ് തലത്തിൽ വഖഫ് ബോർഡുകളും നിലവിൽ വന്നു. എന്താണ് വഖഫ്? വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഖഫ് എന്നാൽ മതപരമോ ചാരിറ്റിക്കോ വേണ്ടി ഇസ്ലാമിക നിയമപ്രകാരം ഗവേൺ ചെയ്യുന്ന ലാൻഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി, അതിന് പറയുന്ന പേരാണ് വഖഫ്. ഇതിൻ്റെ തുടക്കം നമ്മുടെ വിഭജന സമയത്താണ്. വിഭജന സമയത്ത് ധാരാളം മുസ്ലിങ്ങൾ ഭാരതത്തിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കുടിയേറി. അവരവരുടെ വസ്തുവകകളും സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ഭാരതത്തിൽ ഉപേക്ഷിച്ചിട്ടാണ് പാകിസ്ഥാനിലേക്ക് പോയത്. ഈ പ്രോപ്പർട്ടിയൊക്കെ അന്നത്തെ ഗവൺമെന്റ് വഖഫ് ബോർഡുകൾക്ക് കൈമാറി. അവിടെ നിന്ന് അങ്ങോട്ട് വഖഫ് ബോർഡിന്റെ കൈവശം വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി വർഷാവർഷം കൂടിക്കൂടി വന്നു. ഒരു ഏകദേശ കണക്കനുസരിച്ച് ഇന്ന് 1.2 lakhs crore വർത്ത് ഓഫ് പ്രോപ്പർട്ടി വഖഫ് ബോർഡിന്റെ കൈവശമുണ്ട്. അതൊരു പക്ഷേ അതിൽ കൂടുതലുമായിരിക്കാം. ആർമിയും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാൻഡ് പ്രോപ്പർട്ടി ഉള്ളത് വഖഫ് ബോർഡിന്റെ കൈവശമാണ്. 1954 വഖഫ് ബോർഡ് ആക്ട് അതിനുശേഷം പല അവസരത്തിലും അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 95 നടന്ന ഒരു അമെൻമെന്റോടുകൂടി വഖഫ് ബോർഡുകൾക്ക് അൺലിമിറ്റഡ് പവർ, അധികാരം ലഭിച്ചു. അതിലൂടെ മുസ്ലിം ചാരിറ്റിയുടെ പേരിൽ ഏത് പ്രോപ്പർട്ടിയും വഖഫ് ബോർഡിന്റെ പ്രോപ്പർട്ടിയായി ക്ലെയിം ചെയ്യുവാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം ഈ ബോർഡുകൾക്ക് ഈ ആക്ട് നൽകുകയുണ്ടായി. 1995 അമെൻമെന്റ് പ്രകാരം ഇഫ് വഖഫ് തിങ്സ് ദാറ്റ് ദ ലാൻഡ് ബിലോങ്സ് ടു എ മുസ്ലിം, ദാറ്റ് പ്രോപ്പർട്ടി ബിലോങ്സ് ടു വഖഫ്. അതായത് ഏതെങ്കിലും ഒരു ലാൻഡ് പ്രോപ്പർട്ടി അത് മുസ്ലിമിന്റെ പ്രോപ്പർട്ടി ആണെന്ന് വഖഫ് കരുതിയാൽ, നോ പ്രൂഫ് ഈസ് റിക്വയർഡ്, കരുതിയാൽ മാത്രം മതി, എങ്കിൽ അത് വഖഫ് പ്രോപ്പർട്ടിയാണ്. ഇനി നിങ്ങളുടെ പ്രോപ്പർട്ടി അത് നിങ്ങളുടേതല്ല എന്ന് വഖഫ് ബോർഡ് കരുതിയാൽ മാത്രം മതി, നിങ്ങൾക്ക് കോടതിയിൽ പോകുവാൻ പോലും സാധിക്കില്ല. വഖഫ് ട്രിബ്യൂണലാണ് ഫൈനൽ അതോറിറ്റി. നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ പോകുവാൻ പോലും സാധിക്കില്ല. ഈ വഖഫ് ട്രിബ്യൂണലിന്റെ മുന്നിൽ നിങ്ങളുടെ വസ്തു നിങ്ങളുടേതാണെന്ന് പ്രൂവ് ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ നിന്നും വെക്കേറ്റ് ചെയ്യപ്പെടും. നിങ്ങളെ അവിടെ നിന്നും വെക്കേറ്റ് ചെയ്യുവാൻ വഖഫ് ബോർഡിന് സാധിക്കും. അവർക്കതിനുള്ള അധികാരവും അവകാശവുമുണ്ട്. ഇനി വഖഫ് ബോർഡ് നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ക്ലെയിം ഉന്നയിച്ചാൽ നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങളുടേതാണെന്ന് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്, വഖഫ് ബോർഡിൻ്റെതല്ല. അവർക്ക് സിംപിളി ക്ലെയിം ഉന്നയിച്ചാൽ മാത്രം മതി. ഇന്ത്യയിൽ ഒട്ടുക്കും വഖഫ് ബോർഡുകൾ ധാരാളം പ്രോപ്പർട്ടിയിൽ ഇതുപോലെ ക്ലെയിമുകൾ ഉന്നയിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ 5-6 ഗ്രാമങ്ങളും ചില ക്ഷേത്രങ്ങളും ഒക്കെ വഖഫ് ബോർഡ് എന്റേതാണെന്ന് അവർ ക്ലെയിം ചെയ്തത് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾ ഒരു പക്ഷേ പത്രത്തിൽ കണ്ടു കാണും. 2013 അതായത് 2014 ജനറൽ ഇലക്ഷനും കുറച്ച് മുമ്പ്, ഒരു കൊല്ലം മുമ്പ്, ഡൽഹിയിലെ 120 പ്രൈം പ്രോപ്പർട്ടി ഈ നിയമത്തിന്റെ പിൻബലത്തിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് വഖഫ് ബോർഡിന് കൈമാറി. എനിക്ക് മനസ്സിലാവാത്തത് ഇതുപോലൊരു നിയമം എന്തുകൊണ്ട് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും പാർസിക്കും സിഖിനും ഒന്നും കൊടുത്തില്ല? അവർക്ക് വേണ്ട ഇതുപോലൊരു നിയമം? അതോ മുസ്ലിങ്ങൾക്ക് മാത്രം മതിയോ? ഇന്ത്യയെ പോലൊരു മതേതര രാജ്യത്ത് ഇതുപോലൊരു മത നിയമം കഴിഞ്ഞ 75 കൊല്ലമായിട്ട് നിലനിൽക്കുന്നു എന്നത് തന്നെ അത്ഭുതകരമാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവരുവാൻ പോകുന്ന അമെൻമെന്റ്സ് അതെന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിന്റെ ഡ്രാഫ്റ്റ് പോലും പുറത്ത് വന്നതായിട്ട് അറിവില്ല. ഏതായാലും ഒന്നുറപ്പാണ്, ഈ നിയമം അല്ലെങ്കിൽ ഈ അമെൻമെന്റ്
വരുന്നതോടെ നമ്മുടെ നാട്ടിലെ മതേതരന്മാർ മുഴുവൻ ഈ മത നിയമത്തിന്റെ പുറകെ ഒത്തുകൂടും. ഉറപ്പാണ്. താങ്ക് യു സോ മച്ച്.